ലോകത്തെ ഏറ്റവും അടച്ചുപൂട്ടപ്പെട്ട രാജ്യങ്ങളിലൊന്നായ ഉത്തര കൊറിയയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ എപ്പോഴും അന്താരാഷ്ട്ര സമൂഹത്തെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഏറ്റവും ഒടുവിലായി നടന്ന 15ാമത് സുപ്രീം പീപ്പിൾസ് അസംബ്ലി തിരഞ്ഞെടുപ്പ് ഫലവും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. കിം ജോങ് ഉന്നിന്റെ നേതൃത്വത്തിൽ ഭരണകൂടം പോൾ ചെയ്ത വോട്ടുകളിൽ 99.97% നേടി വൻ വിജയം കൈവരിച്ചതായി ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ കേവലം ഒരു വിജയവാർത്ത എന്നതിലുപരി പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട എതിർപ്പുകൾ ഈ തിരഞ്ഞെടുപ്പിനെ ആഗോളതലത്തിൽ ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ്. ഉത്തര കൊറിയൻ ഭരണഘടനയനുസരിച്ച് 5 വർഷത്തിൽ ഒരിക്കലാണ് സുപ്രീം പീപ്പിൾസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത്തവണ 687 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടാകുമെങ്കിലും ഉത്തര കൊറിയയിൽ ഓരോ മണ്ഡലത്തിലും ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയ നിശ്ചയിക്കുന്ന ഓരോ സ്ഥാനാർത്ഥി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 687 സീറ്റുകളിലും ഭരണപക്ഷ സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. കിം ജോങ് ഉന്നിന്റെ അപ്രമാദിത്യം ഒരിക്കൽ കൂടി ഉറപ്പിക്കപ്പെട്ട ഈ തിരഞ്ഞെടുപ്പ് ഉത്തര കൊറിയൻ രാഷ്ട്രീയത്തിലെ കിം ഭരണകൂടത്തിന്റെ സ്വാധീനം എത്രത്തോളം ശക്തമാണെന്ന് അടിവരയിടുന്നു. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ലോകത്തെ ആകെ അമ്പരപ്പിച്ചത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട 0.07% എതിർവോട്ടുകളാണ്. കിം ജോങ് ഉന്നിന്റെ സ്ഥാനാർത്ഥികളെ എതിർത്ത് വോട്ട് ചെയ്ത 0.07% പേർ ആരായിരിക്കും എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെയും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലെയും പ്രധാന ചർച്ച. തങ്ങളുടെ രാജ്യം പൂർണ്ണമായും ഏകാധിപത്യത്തിലല്ലെന്നും ജനങ്ങൾക്ക് വിയോജിക്കാനുള്ള അവകാശമുണ്ടെന്നും ലോകത്തിന് മുന്നിൽ കാണിക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായാണ് നിരീക്ഷകർ ഇതിനെ കാണുന്നത്.